ദൈവമാണ് എനിക്കിങ്ങനെ ഒരു അവസരം തന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നെപ്പറ്റി ചെറുതായിട്ട് ഒന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒരു സാധാരണ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ്. വളർന്നു വരുന്ന പ്രായത്തിൽ ഞാനായിരുന്ന സഭയിൽ ഒരു ഞായറാഴ്ച പോലും മുടങ്ങാതെ സഭയിൽ പോവുക, അതായിരുന്നു എനിക്കുള്ള ആത്മീയ അറിവിൽ ഒന്ന്. പിന്നെ എൻ്റെ അമ്മ പകർന്നു തന്ന ചെറിയ ചില ആത്മീയ തത്വങ്ങൾ മനസ്സിലാക്കി അത് ഫോളോ ചെയ്യുക എന്നുള്ളതായിരുന്നു. അത്രയേ ഉള്ളൂ എൻ്റെ ആത്മീയ അറിവ്, വളർച്ച. എന്നാൽ ഉള്ള അറിവിൽ ഞാൻ വിശ്വസ്തയായിരുന്നു. ഒരു ഞായറാഴ്ച പോലും ഞാൻ പള്ളി പോകാതിരിക്കത്തില്ല. അങ്ങനെ വളർന്ന ഞാൻ എൻ്റെ MBBS കഴിഞ്ഞ് വിവാഹം ആയപ്പോൾ എന്നെ കാണാൻ വന്ന ഡോക്ടർ ഷെറി എന്നോട് ചോദിച്ചൊരു ചോദ്യം, രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടില്ല. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നീട് എന്തായാലും എൻ്റെ സംസാരവും എല്ലാം അറിവില്ലായ്മയിൽ നിന്നാണ് മനസ്സിലായതുകൊണ്ട് വിവാഹമൊക്കെ നടന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് സാവകാശത്തിൽ പറഞ്ഞു തന്നു എന്താണ് രക്ഷിക്കപ്പെടുക. യേശുവിനെ രക്ഷകനായും കർത്താവായി സ്വീകരിച്ചില്ലെങ്കിൽ ജീവപുസ്തകത്തിൽ പേര് വരില്ല, നിത്യജീവൻ ലഭിക്കില്ല, ക്രിസ്ത്യാനിയാവത്തില്ല. അതെനിക്ക് ഇച്ചിരി ഒഫൻസായിരുന്നു ആദ്യം അത് കേട്ടപ്പോൾ. ഞാനത് ഇതുവരെയും പറഞ്ഞിട്ടില്ല എനിക്കത് ഒഫൻസായിരുന്നു എന്നുള്ളത്. കാരണം ഞാൻ ചിന്തിച്ചത്, ഞാൻ വളരെ സിൻസിയറായിട്ട് പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന വ്യക്തി, ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തി, പ്രാർത്ഥിക്കാൻ വെച്ചാൽ എൻ്റെ അറിവിനനുസരിച്ച് ഇരിക്കുന്ന വ്യക്തി, ഞാനും യേശുവിനോടാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ എന്താ നിങ്ങൾക്ക് അത്, അല്ലെങ്കിൽ തന്നെ നമുക്ക് മർത്തമ്മക്കാർക്ക് ഇച്ചിരി കൂടെ ഒരു ആത്മീയ അറിവുണ്ട് എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ട്. അപ്പോൾ അതങ്ങോട്ട് പെട്ടെന്ന് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. എങ്കിലും ഒരു പേടിയുള്ളത് കൊണ്ട് അതെല്ലാം കേട്ടുകൊണ്ടിരുന്നു. രക്ഷയെക്കുറിച്ചൊക്കെ എനിക്ക് പറഞ്ഞു തന്ന വചന സത്യങ്ങളൊക്കെ ഞാൻ കേട്ട് മനസ്സിലാക്കി കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് PG വർഗീസ് ബ്രദറിൻ്റെ ഒരു മീറ്റിംഗ് കോടുകുളഞ്ഞിയിലാണെന്ന് തോന്നുന്നു, 1992. അദ്ദേഹത്തിൻ്റെ ഒരു മീറ്റിങ്ങിൽ അത് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഷച്ചാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. എന്തും ഇത്രയും നാളെ എന്നോട് പറഞ്ഞു തന്നുകൊണ്ടിരുന്നതെന്ന്. ആ വചനം ജീവനായി എൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അതുവരെ എൻ്റെ റീസണിങ്സ് കൊണ്ട് ഞാനതിനെ തടഞ്ഞു നിന്നെങ്കിലും അന്ന് അത് പൊട്ടി. ആ വചനത്തെ ഞാൻ സ്വീകരിച്ച് ഞാൻ എഴുന്നേറ്റ് നിന്ന്, ഞാൻ അന്ന് ജോഹാനെ പ്രഗ്നൻ്റാ, ഞാൻ ജോഹാനെയും കൂടെ കർത്താവിന് കൊടുത്തു. അങ്ങനെ ഞാനൊരു ഭയങ്കര എൻകൗണ്ടറായിരുന്നു അത്. ഞാൻ ഇന്ന് തിരിഞ്ഞ് ചിന്തിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് അതൊരു എൻകൗണ്ടറായിരുന്നു. അതിനുശേഷം അങ്ങനെ മറ്റു ആത്മീയ ഒന്നും ഉണ്ടായില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ഒരു ഡിഫറൻസ് ഉണ്ടായത്. കാരണം ഞാൻ ചെറുപ്പം മുതലേ പഠിക്കാൻ അത്യാവശ്യം മിടുക്കുള്ള ആളാണ്, വായനാശീലമുള്ള ആളാണ്, ഒരുപാട് വായിക്കും. എന്തെങ്കിലും സാധനം പൊതിഞ്ഞുകൊണ്ട് വരുന്ന പേപ്പർ പോലും കളയും. അങ്ങനെ വായന ഒരു ഭ്രാന്ത് പിടിച്ചൊരു വ്യക്തിയായിരുന്നു. അങ്ങനെ വായിക്കും. പക്ഷേ എനിക്ക് ഒരു കാര്യം എനിക്കറിയായിരുന്നു, എനിക്ക് ബൈബിള്, സങ്കീർത്തനം മനസ്സിലാവും, സുവിശേഷം മനസ്സിലാവും, വേറെ ഒന്നും എനിക്ക് മനസ്സിലാവത്തില്ല. അപ്പോൾ ഇത്രയും വായിച്ച് ഇംഗ്ലീഷും എല്ലാം വായിച്ച് മനസ്സിലാക്കാൻ കഴിവുള്ള ആളൊക്കെ എന്തുകൊണ്ട് അതെന്നെ ഇച്ചിരി ചിന്തിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ അനുഭവത്തിന് ശേഷം എനിക്ക് ഈ ബൈബിൾ അങ്ങ് തുറന്നു വന്നു, വചനം എനിക്കങ്ങ് തുറന്നു വന്നു. ഞാൻ കവർ ടു കവർ വായിച്ചു എന്നുള്ള ബൈബിള്. ഞാൻ വേഗത്തിൽ വായിക്കും തോറും എന്നോട് ഇത് ഇന്നാ ഞാൻ മനസ്സിലാക്കുന്ന ദൈവം സംസാരിക്കുക. അന്നൊന്നും എനിക്ക് അത്രയും അറിവില്ല. ഇതിനകത്ത് എന്താണെന്നറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ഞാനങ്ങ് വായിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ വായിച്ചു വന്നപ്പോൾ ഈ അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം 26 മുതലുള്ള ഭാഗത്ത് ഷണ്ടൻ്റെ ഭാഗം. അപ്പോൾ ദൈവമേ, ഞാനാണല്ലോ ഈ ഷണ്ടൻ. കാരണം എൻ്റെ അപ്പനും അമ്മയ്ക്കും വിശ്വാസമൊന്നുമില്ല, അവർ കൊണ്ടല്ലേ എന്നെ മാമോദീസ മുക്കിയത്. അപ്പം ഞാനെങ്ങനെയാണ് വിശ്വാസിക്കുക? എൻ്റെ ആ ബാപ്റ്റിസം എങ്ങനെയാണ് ബാപ്റ്റിസം ആവുന്നത്? ഇത് ഞാൻ എങ്ങും പോയി കേട്ടതല്ല കേട്ടോ. അന്ന് ഇതുമില്ല, യൂട്യൂബും ഇല്ല, കേൾക്കാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല. പക്ഷേ ഈ വചനം വായിച്ച് വചനത്തിൽ കൂടെ ദൈവം സംസാരിച്ചതാണ്. അപ്പോൾ എനിക്ക് ഒരു ഇരിക്കപ്പെടുകയില്ല. ഇത് വായിച്ചിട്ട് ഇത് ബാപ്റ്റിസം ദൈവം വെച്ചിരിക്കുന്നത്, ഇത് വിശ്വസിക്കുന്നവരെ ഇത് ചെയ്യേണ്ടത് എന്നുള്ള അറിവ് എന്നെ അങ്ങ് ഡിസ്റ്റർബ് ചെയ്യുക. പിന്നെ ഞാൻ നോക്കുമ്പോൾ വഴിയെ ഞാൻ ഈ കിട്ടുന്ന പേപ്പർ വരെ ഒരു നോട്ടീസ് കണ്ടാലും വായിക്കുന്ന സ്വഭാവമാണ്. അപ്പം വായിക്കുമ്പോൾ പിന്നെ എവിടെ എന്ത് പേപ്പർ വായിച്ചാലും സ്നാനപ്പെടണം. എനിക്ക് തല പൊട്ടിത്തെറിക്കുമെന്ന് തോന്നി. ഇങ്ങനെ എന്നെ ഈ വാക്കുകൾ അങ്ങ് വല്ലാതെ, അങ്ങനെ പ്രതികൂലങ്ങളുടെയൊക്കെ മധ്യേ ഞാൻ സ്നാനപ്പെട്ടു. എതിർപ്പുകളുണ്ടായിരുന്നു, പക്ഷേ ഞാൻ സ്നാനപ്പെട്ടു. അതിനുശേഷം വീണ്ടും വചനം വായിക്കും. ഞാൻ എപ്പോഴും പറയും, എനിക്ക് ലോകപരമായ ഒത്തിരി ആഗ്രഹങ്ങളുള്ള ഒരാളല്ല, പക്ഷേ എനിക്ക്
ആത്മീയമായിട്ട് എനിക്കങ്ങ് ഭയങ്കര ആഗ്രഹം. എനിക്ക് ഇനിയുമുണ്ട്, ഇത്രയല്ല, ആഴങ്ങളുണ്ടല്ലോ, ഇനിയുണ്ടല്ലോ ആത്മീയ അനുഭവങ്ങൾ. വചനത്തിൽ പറഞ്ഞിരിക്കുന്നു അന്യഭാഷ എന്നൊന്നുണ്ട്, എന്തോന്നൊന്നും കേട്ടിട്ട് പോലുമില്ല. അന്യഭാഷയുണ്ട്, അഭിഷേകമുണ്ട്. അപ്പം ഇതൊക്കെ വേണം, ഇതെല്ലാം വേണമെന്നുള്ള ആഗ്രഹം. അപ്പം മർത്തോമ സഭയിലാണ് ഞാൻ വളരുന്നത്. അവിടെ വളരെ സന്തോഷമായിട്ട് സഭയിൽ ആരാധിക്കുന്നു. പക്ഷേ ആഗ്രഹം ഇനിയും ഈ അഭിഷേകം, ഈ അന്യഭാഷ വേണം, ഈ അഭിഷേകം വേണം, വരങ്ങൾ വേണം. ആ വാഞ്ചയും ആഗ്രഹത്തിൻ്റെയും ദൈവം നമ്മുടെ ഹൃദയത്തിലെ ഓരോ ഞരക്കങ്ങൾക്ക് പോലും ദൈവം ഉത്തരം തരുന്ന കർത്താവാണ്. പിശാച് പലവിധ തടസ്സങ്ങൾ പല രീതിയിൽ കൊണ്ടുവന്നെങ്കിലും ദൈവം കൈ പിടിച്ച് നടത്തി ഞങ്ങളെ കുടുംബമായിട്ടൊന്ന് പറയണം. കാരണം ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിച്ചൊരു കാര്യമാണ്, കർത്താവെ ആത്മാവിൽ വളർത്തുന്നൊരു സഭയിലേക്ക് കർത്താവ് ഞങ്ങൾ എവിടെയാകാൻ ആഗ്രഹിക്കുന്നു അവിടെ ഞങ്ങളെ കൊണ്ടുപോകണം. അങ്ങനെ ഞാൻ ഒരു ഡയറിയിൽ എഴുതി വെച്ച് പല കാര്യങ്ങൾ എഴുതുന്ന കൂട്ടത്തിൽ എൻ്റെ ഒരു പ്രെയർ പോയിന്റ് ആയിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ അപ്പോസ്തോലിക് ലിവിംഗ് ഫെയ്ത്ത് ചർച്ചിൽ വന്നത്. ഇത് ദൈവത്തിൻ്റെ കരമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഈ സഭയുമായിട്ട് കണക്ട് ചെയ്യുന്നത്. എൻ്റെ ആത്മീയ അനുഭവങ്ങളുടെ എല്ലാം സംഭവങ്ങളെല്ലാം ഉണ്ടായത് ഈ സഭയിലാണ്. ഈ ഞാൻ നാളുകളായിട്ട് ആഗ്രഹിക്കുക എനിക്ക് അന്യഭാഷ വേണം, നാളുകളായിട്ട് ഭാഷയ്ക്ക് അഭിഷേകം വേണം, പ്രാർത്ഥിക്കുക. പക്ഷേ ഈ സഭയിൽ വന്ന ആദ്യത്തെ ഒരു വർഷത്തിനകത്ത് തന്നെ അന്യഭാഷ അടയാളത്തോടെ ഞാൻ അഭിഷേകം പ്രാപിച്ചു. മാത്രമല്ല അന്ന് ആ അന്യഭാഷ പറഞ്ഞ ആ ദിവസം എനിക്ക് 2-3 മണിക്കൂറത്തേക്ക് വേറെ വാക്കുകൾ പോലും വായി വരില്ലായിരുന്നു. അങ്ങനെ അതുപോലെ വളരെ വ്യക്തമായി ഞാനിപ്പോൾ ഓർക്കുന്നു, ഞാൻ ഓടി നടന്ന് ആരോടൊക്കെ പറയും എനിക്ക് അന്യഭാഷ കിട്ടി, അവർക്കൊന്നും ഞാനെന്തോ ഈ പറയുന്നതെന്ന് അവർക്ക് എൻ്റെ ത്രില്ല് അവർക്ക് മനസ്സിലാവത്തില്ലല്ലോ, ഞാനങ്ങ് പറയുക. പിന്നീട് ഞങ്ങളുടെ ഇപ്പോൾ ഫാമിലിയായിട്ട് പറഞ്ഞാൽ ഞങ്ങളുടെ ഓരോ വ്യക്തികളുടെയും ആ ആത്മീയ വളർച്ച ഈ സഭയായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നു. ഇപ്പം ഞങ്ങളുടെ ഫാമിലിയായിട്ട് ഞാനും ഷച്ചാനുമായിട്ടുള്ള ബന്ധത്തിലാണെങ്കിലും കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധത്തിലാണെങ്കിലും കുഞ്ഞുങ്ങളുടെ വളർച്ചയിലാണെങ്കിലും എല്ലാം ജോഹാൻ്റെ ജീവിതത്തിലാണെങ്കിലും ജോയലിൻ്റെ ജീവിതത്തിലാണെങ്കിലും ജേക്കബിൻ്റെ ജീവിതത്തിലാണെങ്കിലും ഞങ്ങളുടെ രണ്ടുപേരുടെയും കുടുംബ ബന്ധത്തിലാണെങ്കിലും എല്ലാം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞങ്ങളുടെ ജീവിതത്തിലെ ഞാൻ പറയും അതൊരു എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് എന്ന് പറയും, ക്രമാതീതമായൊരു വളർച്ച. 1992 ഞാൻ രക്ഷിക്കപ്പെടുന്നത്. ഈ സഭയിൽ ഞങ്ങൾ വരുന്നത് 2013 അല്ല 2026 എന്ന് പറയുമ്പോൾ 13 വർഷം. ആ 13 വർഷത്തിൻ്റെ അതിന് മുന്നുള്ള ആ വർഷത്തിൻ്റെ പല മടങ്ങൊരു അനുഭവമാണ് ഈ 13 വർഷത്തിൽ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നത്. അത് നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഏത് മേഖലയിലാണെന്ന് ചോദിച്ചാൽ എല്ലാ മേഖലകളിലും ഞങ്ങളുടെ ഈ ഡീപ്പ് റിപ്പൻറ്റൻസിലോട്ട് കൊണ്ടുപോകേണ്ടതിൻ്റെ ആവശ്യവും അതിലേക്ക് നമ്മളെ നയിക്കുന്ന പാസ്റ്ററുടെ ആ പ്രയറുകളും ഈ സഭയിലെ മെസ്സേജുകൾ എനിക്ക് ഒരു ആത്മീയ ലക്ഷ്യബോധം തന്നെ തന്നത് ഈ സഭയിൽ വന്നാണ്. എന്താണ് എൻ്റെ പേർപ്പസ്, എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പേർപ്പസ് എന്താ, ഈ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ എന്തിനാണ് നാം ഇവിടെ ജീവിക്കുന്നത്, ഇതെല്ലാം ഈ വചനവും ഈ സഭയിലെ പഠിപ്പീര് ഞങ്ങളെ ഒരു നിലവാരത്തിൽ അടുത്ത നിലവാരത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടേയിരുന്നു. അതിന്നും അങ്ങനെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല പല 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 എൻകൗണ്ടേഴ്സ് ഞങ്ങളുടെ ജീവിതത്തിൽ, എൻ്റെ പേഴ്സണൽ ജീവിതത്തിൽ കർത്താവിൻ്റെ പവറിൻ്റെ എൻകൗണ്ടർ. പ്രത്യേകിച്ചും ഒരു ദിവസത്തെ ഞാൻ പ്രത്യേകമായി ഓർക്കുകയാണ്. ഒരു ഈവനിങ് മീറ്റിങ്ങിൽ കർത്താവിൻ്റെ ശക്തി ഇവിടെ പാസ്റ്റർ ജെറുവോടെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ പരിശുദ്ധൻ എന്നുള്ള ആ പാട്ടുപാടി ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവശക്തി ശക്തമായി എൻ്റെ മേലിറങ്ങി. ഒരു ഭയങ്കര ഒരു എൻകൗണ്ടർ, ഒരു 1.5-2 മണിക്കൂറോളം ആ ശക്തി, ആ പരിശുദ്ധാത്മ ശക്തിയുടെ അടിയിൽ ഞാൻ കിടന്നത് ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ പല പ്രാവശ്യം പല സമയങ്ങൾ പല എൻകൗണ്ടേഴ്സ് വചനം, ഓരോ മെസ്സേജും ഓരോ ദിവസവും അത് വചനത്തിൻ്റെ ഒരു എൻകൗണ്ടറാണ് എൻ്റെ ജീവിതത്തിൽ വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ അത്ഭുതകരമായ പല മാറ്റങ്ങളും, ഞങ്ങളുടെ ചിന്തകൾ മാറി, ഞങ്ങളുടെ സംസാരം മാറി, ഞങ്ങളുടെ കുടുംബത്തിനകത്ത് അന്തരീക്ഷം മാറി. അത് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് മാറ്റം ഉണ്ടായി. അപ്പോൾ എൻ്റെ ചുറ്റുമെല്ലാം മാറ്റം ഉണ്ടായെന്ന് അങ്ങനെ ചിന്തിക്കുന്നതാണ് എനിക്കിഷ്ടം. എനിക്കാണ് പ്രൈമറിലി മാറ്റം വന്നത്. എൻ്റെ ചിന്തകൾ മാറി, എൻ്റെ മനോഭാവങ്ങൾ മാറി, എൻ്റെ സംസാരം മാറി. അതെൻ്റെ കുടുംബത്തിൽ ആകമാനം മാറ്റങ്ങളുണ്ടാക്കി. പിന്നെ എടുത്തു പറയേണ്ട 2-3 ഹീലിങ്സ്. എനിക്ക് ചർച്ചിൽ വരുന്ന സമയത്തെ എൻ്റെ ഈ ലെഫ്റ്റ് ഇയറിലൊരു ടിനിറ്റസ് എന്ന് പറയും. ടിനിറ്റസ് എന്ന് പറഞ്ഞാൽ ഒരു മൂളൽ. അതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല, നമ്മൾ അതിങ്ങനെ കൊണ്ടു നടക്കുക. പക്ഷേ ഈ സഭയിൽ വന്ന് പല പ്രാവശ്യം പ്രാർത്ഥന ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏതോ ഒരു പ്രാവശ്യം അതങ്ങ് കംപ്ലീറ്റ്ലി എനിക്കിങ്ങനെ സ്പീക്കറിൻ്റെ കീഴിലൊന്നും ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു. കാരണം ചെവി ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കുമായിരുന്നു. അത് കംപ്ലീറ്റ്ലി മാറി. പിന്നെ ഈ ഓയിസ്റ്ററിൽ തന്നെ നടന്ന ഒരു മീറ്റിങ്ങിൽ എനിക്കൊരു ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. കുറേ നാളായിട്ട് പല മരുന്ന് ഇട്ടിട്ട് മാറാഞ്ഞത് അത് കംപ്ലീറ്റ്ലി അങ്ങ് മാറി.
മാത്രമല്ല ഞങ്ങളുടെ ഇളയ മകന് അവന് കാഴ്ചയ്ക്കൊരു ബുദ്ധിമുട്ടുണ്ടായി. അത് നല്ല കട്ടിയുള്ള ഗ്ലാസ് വെക്കണമെന്നാണ് അന്ന് കണ്ണിൻ്റെ നോക്കിയ ഡോക്ടർ പറഞ്ഞത്. ഷെച്ചാൻ എന്നും അവൻ്റെ കണ്ണിൽ കൈവച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ഒരു പ്രാവശ്യം പാസ്റ്റർ അജിത്തിനെ വീട്ടിൽ വന്നപ്പോൾ അവനെ പ്രാർത്ഥിപ്പിച്ചു. എന്തായാലും അവനൊരിക്കലും കണ്ണാടി വെക്കേണ്ട ആവശ്യം വന്നില്ല. ഇങ്ങനെ പല ഈ ഹീലിങ്ങിനെ കുറിച്ചുള്ള ആ ശരിയായ ഒരു അറിവ്, ദൈവമക്കളുടെ അവകാശമാണ് സൗഖ്യം എന്നുള്ള ആ ഒരു ഡീപ്പ് ആയിട്ടുള്ള ഒരു അറിവ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം തന്നു. അത് തുറന്നു തന്നു. പിന്നെ എടുത്തു പറയേണ്ടത് എൻ്റെ ഇളയ മകൻ്റെ ജീവിതത്തിൻ്റെ മാറ്റം. കാരണം അവൻ അടുത്തൊരു തലമുറയാണല്ലോ. ഞങ്ങൾ 2 മക്കളെ വളർത്തി, 3ാമത്തെ ആളെന്ന് പറയുമ്പം തലമുറ തന്നെ മാറി. അപ്പോൾ അവൻ്റെ ആ വളർച്ചയുടെ ഘട്ടത്തിൽ നാച്ചുറലി പിള്ളേരുടെ ആ പഠന സമയത്തും ഒക്കെ ഉണ്ടാകുന്ന ചില വിഷയങ്ങൾ ഇവൻ്റെ പഠന സമയത്തും എല്ലാം ഉണ്ടായി. എന്നാൽ നിങ്ങൾക്ക് അവനെ അറിയാം, അവന് ചേഞ്ചുകൾ വന്നുകൊണ്ടേയിരുന്നു. എന്നാൽ കഴിഞ്ഞ 1 വർഷത്തിനകത്ത് ദൈവം അവനെ വേറൊരു വ്യക്തിയാക്കി മാറ്റി. അവന് അകത്തു നിന്ന് ഒരു രൂപാന്തരം കർത്താവ് കൊടുത്തു. ഭവനത്തിനകത്ത് ഒരു മകനായി, മാത്രമല്ല ആത്മീയ ഭവനത്തിനകത്തും അവനൊരു മകനായി. അവൻ്റെ ലക്ഷ്യബോധത്തോടെ അവന് എക്സാം ക്രാക്ക് ചെയ്യണം എന്നുള്ള ആ ലക്ഷ്യബോധത്തോടെ അവൻ പഠിക്കുവാനും അവന് ആ സെൻറ്റ് സേവിയേഴ്സിൽ അഡ്മിഷൻ കിട്ടിയതും ഒക്കെ അത്ഭുതം എന്നേ പറയാനൊക്കത്തുള്ളൂ. കാരണം അവൻ്റെ അതിനു മുമ്പുള്ള പഠന ശൈലിയൊക്കെ ഓർത്താൽ അവൻ അങ്ങനെ ഒരു അഡ്മിഷനിലേക്കൊന്നും പോകാൻ പറ്റത്തില്ല. നമുക്കത് അന്ന് ചിന്തിക്കാനൊക്കത്തില്ല. ആ നിലവാരത്തിലേക്ക് ദൈവം, അത് പ്രത്യേകിച്ച് ഈ ചർച്ചിനോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുക. ദൈവത്തിൻ്റെ ആ കരം പാസ്റ്ററിലൂടെ സഭയിലൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ആ കുഞ്ഞിൻ്റെ ജീവിതത്തിലും ഞങ്ങളുടെ ഹോൾ ഫാമിലിയുടെ ആ ഒരു ഗ്രോത്തിനകത്ത് ഇതൊരു എടുത്തു പറയത്തക്ക ഒരു കാര്യമാണ് ജേക്കബിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. അവനിന്ന് സെൻറ്റ് സേവിയേഴ്സിൽ ഡിഗ്രി സ്റ്റുഡൻ്റ് ആണ്. അങ്ങനെ കർത്താവ് മൾട്ടിപ്പിൾ എൻകൗണ്ടേഴ്സിലൂടെ ഞങ്ങളെ സഭയുടെ ഒരു തൂണായിട്ട് നിർത്തിയിരിക്കുന്നു. കർത്താവ് ഞങ്ങളെ കണ്ടിരിക്കുകയാണ്. ഈ സഭയ്ക്കകത്ത് ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. സഭയിലെ പാസ്റ്റേഴ്സിന് സബ്മിറ്റഡായി നിൽക്കുവാനും സഭയോട് ചേർന്ന് സഭയുടെ ആ വിഷന് വേണ്ടി നിൽക്കുവാൻ ഞങ്ങൾ സമർപ്പിച്ചിരിക്കുകയാണ്. എല്ലാ ദൈവത്തിൻ്റെ കൃപകൾക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. സഭയ്ക്ക് നന്ദി പറയുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മുടെ കരം പഠിച്ച കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. അനുഗ്രഹീതമായ ഒരു സാക്ഷി നമ്മൾ കേൾക്കുവാനിടയായിത്തീരുന്നു. സ്തോത്രം. ഡോക്ടർ മിനിക്കായി നമുക്ക് വീണ്ടും കരങ്ങളെ ഒന്ന് അടിച്ച്, യേശു ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴുള്ള മാറ്റം, സുവിശേഷം ഒരു വ്യക്തിയെ മാറ്റിയെടുക്കുന്ന ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സത്യങ്ങൾ, ദൈവരാജ്യത്തിൻ്റെ സത്യങ്ങളും ഉപദേശങ്ങളും ഒരു വ്യക്തിയെ മാറ്റി, ഒരു കുടുംബത്തെ മാറ്റിയ അത്ഭുതകരമായ സാക്ഷികളാണ്. യേശു ഇന്നലെയും ഇന്നും എന്നേക്കും അന്യനാണ്. ഹല്ലേലൂയ. ഒരു വ്യക്തിയെ മാത്രമല്ല, നാം വിശ്വസിച്ചാൽ, പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയ ജയിലറിനോട് പറഞ്ഞതുപോലെ, വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും, അവിടെ ഉപയോഗിച്ച വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ, നീയും നിന്റെ കുടുംബവും രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. You and your family will be saved. If you believe, ആ കരമുയർത്തി നമുക്കൊന്ന് പറയാം, You and your family will be saved. If you believe. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഡോക്ടർ മിനിയുടെ ജീവിതം, ഡോക്ടറുടെ ജീവിതം, ഈ കുടുംബം, ഈ കുടുംബത്തിൽ വളരുന്ന മക്കൾ, ഇവരെല്ലാം നമ്മളോട് ഒരു സാക്ഷ്യം വിളിച്ചു പറയുന്നു, യേശു ഇന്നും അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? നമുക്കൊരു രോഗസൗഖ്യം ലഭിക്കുന്നതാണോ? കടഭാരം മാറുന്നതാണോ? നമുക്കൊരു വിസ കിട്ടുന്നതാണോ? നമുക്കൊരു നല്ലൊരു ഭവനം കിട്ടുന്നതാണോ? അതെല്ലാം വലിയ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളായിരിക്കുമ്പോൾ തന്നെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ ദ മിറക്കിൾ ഓഫ് മിറക്കിൾസ്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ കണ്ണു തുറന്ന് ആ വ്യക്തിയുടെ പാപം ബോധ്യമായി പരിശുദ്ധാത്മാവ് തൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു പാപബോധത്തിലേക്ക് നയിച്ച് ഒരു രക്ഷകൻ ആവശ്യമുണ്ടെന്ന് ഒരു ബോധ്യം നൽകുന്നതാണ്. ഹല്ലേലൂയ. ഈ സാക്ഷ്യങ്ങൾ നമ്മളോട് വിളിച്ചു പറയുന്നത് that the Holy Spirit of God is convicting us. Hallelujah. ആത്മരക്ഷയ്ക്ക് വേണ്ടി, നിത്യജീവന് വേണ്ടി, നിത്യതയ്ക്ക് വേണ്ടി എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിൽ തേജസ്സില്ലാത്തവരായി തീർന്നിരിക്കുമ്പോൾ നമ്മെ രക്ഷിക്കുവാൻ കഴിയുന്ന ഏക രക്ഷകനാണ്. ആ കരങ്ങളെ നമുക്കെന്ന് പറയാം, ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ മനുഷ്യർക്ക് രക്ഷ പ്രാപിക്കുവാൻ ദൈവം നൽകിയിരിക്കുന്ന ഒരേ ഒരു നാമം. രക്ഷ കൊണ്ട് നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല. ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ കേട്ടതുപോലെ കർത്താവിനോടുള്ള ആ ജീവിതത്തിന്റെ ആരംഭമാണ്, ആദ്യത്തെ സ്റ്റെപ്പാണ്. നമ്മളെ കുഞ്ഞുങ്ങളെ പോലെയായി നമ്മുടെ ഹൃദയം യേശുവിന് കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? നമ്മെ ഒരു മഹത്വത്തിൽ നിന്ന് അടുത്തൊരു മഹത്വത്തിലേക്ക്, ഒരു അനുഭവത്തിൽ നിന്ന് അടുത്തൊരു അനുഭവത്തിലേക്ക്, ഒരു തലത്തിൽ നിന്ന് അടുത്തൊരു എത്ര പേര് അങ്ങനെ ആഗ്രഹിക്കുന്നു? ഹല്ലേലൂയ. പ്രൈസ് ബി ടു ഗോഡ് ഫോർ ദിസ് ഗ്രേറ്റ് ഇൻസ്പയറിംഗ് ടെസ്റ്റിമണി. കാര്യം പഠിച്ച് നമുക്ക് ദൈവത്തെ നന്ദി പറയാം. തുടർന്ന് നമ്മുടെ ഹീലിംഗ് മിനിസ്ട്രിയിൽ ഡോക്ടർ ആൻ ഒരു സൗഖ്യം പ്രാപിക്കുവാനിടയായി തീർന്നു. പ്രൈസ് ബി ടു ഗോഡ്. ഈ ശുശ്രൂഷകളിൽ കർത്താവ് നിങ്ങളെ സ്പർശിച്ചു. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഒരു സ്പർശനം അനുഭവിച്ചു, നിങ്ങൾ സൗഖ്യമായി, നിങ്ങളൊരു അത്ഭുതം അനുഭവിച്ചു, ഒരു വിടുതൽ അനുഭവിച്ചു. അത് ചെറുതോ വലുതോ ആയിക്കോട്ടെ. ആമേൻ. It is Jesus.
ഇന്ന് സ്വന്തം ആരെങ്കിലും പ്രതീക്ഷയോടോ ആഗ്രഹത്തോടോ വന്നു കഴിഞ്ഞാൽ ഈ അന്തരീക്ഷം ഇങ്ങനെ ഞാൻ കേൾക്കുന്ന ആ ശബ്ദം, this place is pregnant for the impossible. Hallelujah. നാം ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ സ്തുതിച്ച് hallelujah. You are great and you do miracles so great. നീ വലിയവൻ, അത്ഭുതങ്ങളെ ചെയ്യുന്നവൻ. പ്രൈസ് ഗാഡ്. എൻ്റെ ലൈഫിൽ ദൈവം ലാസ്റ്റ് മന്ത് നമ്മളിപ്പം പാസ്റ്റർ ഹീലിംഗ് ഫെസ്റ്റ് നടക്കുവാണല്ലോ, മിറക്കിൾ ഫെസ്റ്റ്. അപ്പം ഞാനിങ്ങനെ പാസ്റ്റർ തൊട്ടിങ്ങനെ പറയുന്നുണ്ട് ഹീലിങ്ങിൻ്റെ കാര്യങ്ങളും അതിനെക്കുറിച്ചുള്ള വേർഡും. അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പം എനിക്കിപ്പോൾ ദൈവം സഹായിച്ച് വലിയ പ്രശ്നമൊന്നുമില്ല ഫിസിക്കലി. അങ്ങനെയാണല്ലോ നമ്മൾ ആദ്യം ഹീലിങ്ങിനെ കുറിച്ച് വിചാരിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ, പക്ഷേ പാസ്റ്റർ പറഞ്ഞില്ലേ അപ്പം ഇനി ഹീലിംഗ് അത് പഠിച്ച് നമുക്ക് അനേകം പേർക്കൊരു ബ്ലെസ്സിങ് ആകാമല്ലോ. അപ്പം ഞാനിങ്ങനെ പാസ്റ്റർ പറയുവാണല്ലോ മാത്യു 9:10 ഒക്കെ വായിക്കണം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വായിച്ച് പ്രിപ്പയർ ചെയ്ത് ഇങ്ങനെ ഓരോ സർവീസിനും പോകുന്നു. അപ്പം ആ May 17 പാസ്റ്റർ ഒരു സ്പെഷ്യൽ സർവീസ് സൺഡേ വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഹീലിങ്ങിനൊക്കെ വേണ്ടി. അപ്പം ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പം ദൈവം പെട്ടെന്ന് എനിക്ക് ഓർമ്മ തന്നു, ലൈക്ക് ഞാൻ വർഷങ്ങളായിട്ട് എനിക്ക് ഭയങ്കര ആക്നെ പ്രശ്നമാണ്, എനിക്ക് ഭയങ്കര ഓയിലി സ്കിൻ, അപ്പോൾ ഭയങ്കര ആക്നെ പിമ്പിൾസ്, കുരു പെട്ടെന്ന് വരും. അത് ഞാൻ ആക്ച്വലി ഒരു 11th തൊട്ട് ഈ ഒരു കോൺസ്റ്റൻറ്റ് പ്രശ്നം ഡീൽ ചെയ്യുന്നത്. ലൈക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഇത് സിമ്പിളായിട്ട് തോന്നും, പക്ഷേ ആ ഒരു ടീനേജ്, ആ ഒരു യങ് ആ ഒരു ഏജിൽ നമുക്ക് അപ്പിയറൻസ് ഭയങ്കര നമ്മളെ എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണല്ലോ. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ കണ്ണാടി പോയിട്ട് അവിടെ കുരുവന്നു, ഇവിടെ കുരുവന്നു, അവിടെ മാർക്കായി, എന്നെ ഭയങ്കരമായിട്ട് ലൈക്ക് ശരിക്കും ഭയങ്കരമായിട്ട് എന്നെ ബോദർ ചെയ്ത് എഫക്റ്റ് ചെയ്യുന്നൊരു കാലം ഉണ്ടായിരുന്നു. ആൻഡ് ഇങ്ങനെ അവിടെ ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ കാണുന്ന ആ മുളക് മറ്റേ പൊടി ഈ പൊടി അതെല്ലാം വാരിത്തേക്കും, എന്നിട്ടും ഒരു മാറ്റവും ഇല്ല. അങ്ങനെ സോറി കടലമാവ് ഉദ്ദേശിച്ചേ അങ്ങനെ ഇങ്ങനെ പെരട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒന്നും മാറുന്നില്ല. പിന്നെ ഇടയ്ക്കാണെങ്കിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് കൂടും. അപ്പം ഡെർമറ്റോളജിസ്റ്റിനെ കാണാൻ പോകും. അപ്പം ഡോക്ടർ ഇങ്ങനെ ടോപ്പിക്കൽ സ്റ്റിറോയിഡ്സ് ഒക്കെ തരും. ബട്ട് അതൊരു ടെമ്പററി റിലീഫ് മാത്രമായിരുന്നു. ലൈക്ക് ഫോർ എവർ ഒരു സൊല്യൂഷൻ കിട്ടുന്നില്ല. ബിക്കോസ് അത് അപ്പം യൂസ് ചെയ്യും, പിന്നെ അത് നിർത്തും. ബിക്കോസ് അത് അത്ര നല്ലതല്ലല്ലോ. ഞാനപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഓർത്ത് ദൈവം ഇതെന്താ ഇങ്ങനെ. ഞാൻ ഇടയ്ക്ക് മമ്മായോട് വരെ പറയും, മമ്മ എനിക്കൊരു പ്രയർ റിക്വസ്റ്റ് ഉണ്ട്, എൻ്റെ കുരുവിന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പം മമ്മ ഈസ് ലൈക്ക് ആനക്കാര്യത്തിൻ്റെ ഇടയ്ക്ക് ചേനക്കാര്യം എന്ന് പറഞ്ഞ് മമ്മ. അപ്പം ഞാൻ ഓർത്തു അത്രയും സില്ലിയാണല്ലോ. അവർക്കത് സില്ലിയായിട്ട് തോന്നും, പക്ഷേ എന്നെ അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നു. കാരണം കോളേജിലൊക്കെ പോകുമ്പോൾ ആൾക്കാർ പറയും ഇതെന്തോ കുരു അത് ചെയ്യും. എത്ര എനിക്ക് ചെയ്തിട്ടും ഐ വാസ് ടോട്ടലി ഹെൽപ്ലെസ്. ആൻഡ് അറ്റ് സം പോയിന്റ് ഓഫ് മൈ ടൈം ഞാനതങ്ങ് വിട്ടു. ഐ ഗേവ് അപ്പ്. ആൻഡ് ഞാൻ അതിനെ അങ്ങ് നോർമലൈസ് ആയി. ഐ ബിക്കെയിം സോ യൂസ് ടു ഇറ്റ്. ഞാൻ തന്നെ അറിഞ്ഞില്ല എനിക്കിങ്ങനൊരു ഹീലിംഗ് വേണം എന്നുള്ള കാര്യം. അപ്പോൾ ആ ഒരു May 17 ആ സ്പെഷ്യൽ സർവീസിന് അന്ന് ഞാൻ അവിടെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം പെട്ടെന്ന് എനിക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടല്ലോ, എനിക്കത് ഇപ്പം ഹീലിങ്ങിൻ്റെ ആ കനോപ്പി തുറന്നിരിക്കുക, യു റിസീവ് ഇറ്റ്. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ദൈവം യെസ് ഐ നീഡ് ടു റിസീവ് ഇറ്റ്. അപ്പോൾ പാസ്റ്റർ ഇങ്ങനെ പറയുക ക്രൈസ്റ്റ് ദ സേവിയർ, ക്രൈസ്റ്റ് ദ ഹീലർ, ക്രൈസ്റ്റ് ദ ഡെലിവറർ, യെസ് ഹീ ഈസ് മൈ ഹീലർ. ദൈവം ടുഡേ ലോർഡ് ജീസസ് യു ആർ മൈ ഡെർമറ്റോളജിസ്റ്റ്, യു വിൽ ഹീൽ മീ. അത് ഞാൻ അങ്ങനെ അങ്ങ് വിശ്വസിച്ചു. ആൻഡ് ഞാനതങ്ങ് പേഴ്സണലൈസ്ഡ് ആയിട്ട് അതങ്ങ് എടുത്തു. ദെൻ ക്രൈസ്റ്റ് ഡൈഡ് ഫോർ മീ ആൻഡ് ബൈ ഹിസ് സ്ട്രൈപ്സ് ഐ എം ഹീൽഡ്. ആൻഡ് അത് ഞാൻ എനിക്ക് വേണ്ടി, മറ്റേ നമ്മളെപ്പോഴും ഇങ്ങനെ കേട്ടങ്ങ് പോവുക, ഞാനത് എനിക്ക് വേണ്ടി ഇങ്ങനെ അങ്ങ് എടുത്ത് ഞാൻ പാസ്റ്റർ പറയുന്നു വാക്ക് ഇൻ ടു യുവർ മിറക്കിൾ, വാക്ക് ഇൻ ടു യുവർ മിറക്കിൾ. ഞാൻ അപ്പം തന്നെ കംപ്ലീറ്റ്ലി ബിലീവ് ചെയ്തു എനിക്കിനി ഒരു കുരു ഒരു ആക്നെ ഒന്നും വരത്തില്ല. ക്രൈസ്റ്റ് ഈസ് കംപ്ലീറ്റ്ലി ഹീൽഡ് മീ. ലൈക്ക് അന്ന് തൊട്ട് ഇതുവരെയും ഒരു പുതിയ ആക്നെയോ പുതിയ കുരു ഒന്നും വന്നിട്ടില്ല. ആൻഡ് ഐ ഹാവൻ ചേഞ്ച്ഡ് മൈ ലൈഫ് സ്റ്റൈൽ, അല്ലെങ്കിൽ ഓയിലി ഫുഡ് കഴിച്ച് കുറവോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഗോഡ് കംപ്ലീറ്റ്ലി ഹീൽഡ് മീ ആ ഒരു ദിവസം. ദാറ്റ് ഈസ് സംതിങ് ലൈക്ക് ഐ വോണ്ട് ടു എൻകറേജ്. ലൈക്ക് വേറെ ആൾക്കാർക്ക് ചിലപ്പോൾ അതൊരു സില്ലിയായിട്ട് തോന്നിയാലും ദൈവം നമ്മുടെ ഹാർട്ട് നമ്മുടെ തോട്ട്സ് കാണുന്നുണ്ട്. ആ ദൈവം നമ്മളെ ഇത് നമ്മൾ വിശ്വസിച്ചങ്ങ് നടക്കുമ്പം ദർ ഇസ് നത്തിങ് ഇമ്പോസിബിൾ വിത്ത് യു. കുഞ്ഞു കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും that God is the healer. Thank you Dr. Ann. Thank you. Hallelujah. കർത്താവ് ആന് കൊടുത്ത വലിയ അത്ഭുതത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. ചെറിയ വിഷയമാണെങ്കിലും വലിയ വിഷയമാണെങ്കിലും Jesus is still the same. He heals small diseases and big diseases. ചെറിയ അസുഖങ്ങളും വലിയ അസുഖങ്ങളെ സൗഖ്യമാക്കുന്ന ഒരു ദൈവമാണ്. പെട്ടെന്ന് നമ്മുടെ രാജമ്മ ചേച്ചി ദിലീപിന്റെ മമ്മിയുണ്ടോ ഇവിടെ? അപ്പോൾ തന്നെ ഷീല ബഹൻ അഭി ജൽദി സി ആയിക. ഹല്ലേലൂയ. നമ്മുടെ മധ്യത്തിൽ കർത്താവിൻ്റെ ഒരു സൗഖ്യത്തിൻ്റെയും അത്ഭുതത്തിൻ്റെയും ഒരു ഒഴുക്ക് സംഭവിക്കുന്നു. ഈ സാക്ഷികൾ നമ്മൾ വിളിച്ചു പറയുന്നു, കർത്താവ് നമ്മുടെ മധ്യത്തിൽ തൻ്റെ സൗഖ്യത്തിൻ്റെ ചിറകുകൾ വിരിച്ചിരിക്കുന്നു. Jesus is in our midst by the power of his Holy Spirit. എന്താണ് ചേച്ചി ഒരു സൗഖ്യം നടന്നു? 12 വർഷം മുൻപ് എനിക്ക് ക്യാൻസർ രോഗം ഉണ്ടായിരുന്നു. അത് ഓപ്പറേഷൻ ചെയ്ത്, ബ്രസ്റ്റിനായിരുന്നു ഓപ്പറേഷൻ ചെയ്ത്, പിന്നെ വേദനയൊന്നും ഉണ്ടായിട്ടില്ല.
2-3 ആഴ്ചയ്ക്ക് മുമ്പ് അവിടെ ഒരു വേദന വന്ന് ഞാൻ എണ്ണ തേച്ച് അത് മാറി. Praise be to God. Hallelujah. പിന്നെ 63-ാമത്തെ വയസ്സിലാണ് ഞാൻ സ്നാനപ്പെട്ടത് മസ്കറ്റ് വെച്ച്. Praise God. പിന്നെ ഡിസംബറിൽ ഒന്ന് വീണ്, അതിനുശേഷം ബാക്ക് പെയിൻ ആയിരുന്നു. Yes. കോഴഞ്ചേരി പ്രാർത്ഥിച്ചപ്പം ആദ്യം പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ താഴെ വീണ്. അപ്പോൾ ഞാൻ പുറകിൽ പോയിരുന്നു, എനിക്ക് തലയ്ക്ക് വല്ലാതെ വന്നു. പുറകിൽ പോയെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം എൻ്റെ കയ്യെ വന്ന് ആരാണ്ട് തൊടുന്നു. നോക്കിയപ്പം പാസ്റ്ററായിരുന്നു. പിടിച്ച് വലിച്ചുകൊണ്ട് ഓടി ഫ്രണ്ടിൽ കൊണ്ടുപോയി പിന്നെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് പിന്നെ ഞാൻ താഴെ വീണ് വൈകിട്ട് വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് നടുവേദനയില്ല. Praise be to God. Hallelujah. ഡിസംബർ മാസത്തിൽ അമ്മ വീണു. അപ്പോൾ നടുവേദന വന്നു. 6 മാസമായി അല്ലേ? 6 മാസത്തോളം ആ രോഗത്തിന്റെ നടുവേദനയുടെ ആ നുകം ചുമന്നോട് നടന്നു. ഹല്ലേലൂയ. പക്ഷെ നമ്മുടെ കോഴഞ്ചേരിയിൽ നടന്ന ഹീലിംഗ് മിറക്കിൾ സർവീസിൽ സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ തൊട്ടു സ്പർശിച്ചു. അവിടെയും ഒരു ആത്മസാന്നിധ്യം വന്നു. പരിശുദ്ധാത്മാവിന്റെ ആ വലിയ ശക്തി അമ്മയെ സ്പർശിച്ചു. താൻ ആദ്യം ഒന്ന് വീണു, പുറകെ പോയി ഇരിക്കുകയായിരുന്നു. നമ്മൾ അറിഞ്ഞല്ലോ, കോഴഞ്ചേരിയിൽ അസാധാരണമായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു സാന്നിധ്യം വെളിപ്പെട്ടു. ഒരു സൗഖ്യത്തിന്റെ നദി ഒഴുകുകയാണ്. എന്തോ ഒരു ആത്മപ്രേരണ വന്നു. അമ്മയ്ക്ക് വേണ്ടി വീണ്ടും ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പുറകിലിരുന്ന ആളെ അവിടെ പോയി അമ്മയെ ഫ്രണ്ടിലോട്ട് പിടിച്ചുകൊണ്ട് വന്നു. വീണ്ടും കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു. സ്വന്തം വീണ്ടും വീണു. പരിശുദ്ധാത്മാവിൽ സ്ലൈനായി. ഹല്ലേലൂയ. 6 മാസത്തെ വേദന സൗഖ്യമായി. ഹല്ലേലൂയ. സാധാരണ അമ്മ എപ്പോഴും സ്തോത്രം, ഹല്ലേലൂയ, ഒതുങ്ങി നിൽക്കുന്നതാണ്, ഒളിച്ചു നിൽക്കുന്നതാണ് സ്തോത്രം. പക്ഷേ ഈ സൗഖ്യം സംഭവിച്ചപ്പോൾ ഹല്ലേലൂയ ആരും നിർബന്ധിച്ചതല്ല. She began to testify. അനേകരോട് പറഞ്ഞു, എൻ്റെ നടുവേദന സൗഖ്യമായി, ഞാൻ സൗഖ്യമായി, ഞാൻ സൗഖ്യമായി, ഞാൻ സൗഖ്യമായി, ഞാൻ സൗഖ്യമായി. കലം പഠിച്ച് പിന്നെ ഈ ചർച്ചിൽ വരുന്നതിന് മുമ്പ് 2-3 ആഴ്ചയ്ക്ക് മുമ്പ് സ്ട്രോക്ക് വന്നത്. 3 ബ്ലോക്ക്. അത് ആദ്യം മാമിനി വന്ന്, അന്നേരം ആ ഫാസ്റ്ററിനെ ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ കോട്ടയത്ത് കൊണ്ടുപോയി എല്ലാം ഭേദമായി കഴിഞ്ഞ ചർച്ചി വരുന്നത്. ചർച്ചി വന്ന് എല്ലാ അസുഖവും എല്ലാം മാറി. സ്ട്രോക്ക് സംഭവിച്ചു കഴിഞ്ഞിട്ടാണ് മസ്കറ്റിൽ നിന്ന് വന്നു. സ്ട്രോക്കായി, ഒരു സൈഡൊക്കെ പാരലൈസായി, അങ്ങനെ വളരെ ബുദ്ധിമുട്ടിയും വിഷമിച്ചും രോഗത്തിലാണ് വന്നത്. പക്ഷേ കർത്താവ് 1 വർഷം കൊണ്ട്, ആദ്യം എനിക്ക് 5 വർഷം മുമ്പെയാണ് ദിലീപൊക്കെ ഇവിടെ വന്നത്. പ്രൈസ് ഗോഡ്. 1 വർഷം ഈ അന്തരീക്ഷത്തിൽ ദൈവസാന്നിധ്യത്തിൽ കർത്താവ് അമ്മയെ സൗഖ്യമാക്കി. പിന്നെ കൊച്ചുമോന് അലർജി ആയിരുന്നു, അതെല്ലാം സൗഖ്യമായി. ദൈവിക്കിന് സ്വന്തം മുട്ടയുടെ അലർജി ആയിരുന്നു, ഭയങ്കര. അതിന്റെ വലിയൊരു സാക്ഷി നമ്മുടെ വീഡിയോയിൽ കിടപ്പുണ്ടല്ലോ. പ്രൈസ് ഗോഡ്. പല അസുഖങ്ങളും കൂട്ട സൗഖ്യങ്ങളും കൂട്ട വിടുതലും. ഹല്ലേലൂയ. പ്രൈസ് ബി ടു ഗോഡ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നമ്മുടെ കരമടിച്ച് പിമ്പന്മാരെ മുമ്പന്മാരാക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തികൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അമ്മയെ സൗഖ്യമാക്കി. സ്തോത്രം. നമ്മുടെ ഹീലിംഗ് സർവീസിൽ സ്തോത്രം നാം എണ്ണയിലൂടെ സൗഖ്യം വ്യാപരിക്കുന്നു, റൂമാലുകളിലൂടെ സൗഖ്യം വ്യാപരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ കേട്ടത് സ്തോത്രം തന്നെ കയ്യിൽ ഒരു സൈഡ് ബ്രസ്റ്റ് ക്യാൻസർ വന്ന് ബ്രസ്റ്റ് റിമൂവ് ചെയ്ത് ഒരു സൈഡിലൊക്കെ വേദനയായിരുന്നു. വിശ്വസിച്ചു, ഈ എണ്ണ കൊണ്ടുപോയി പ്രാർത്ഥിച്ചു, കർത്താവിന്റെ സൗഖ്യം അനുഭവിക്കാനിടയായിത്തീർന്നു. സ്തോത്രം. നമ്മുടെ നോർത്ത് ഇന്ത്യൻ ചർച്ചിൽ ഷീല എന്ന് പറഞ്ഞ ഈ സഹോദരിയാണ്. ഷീലയ്ക്ക് കർത്താവ് ഒരു സൗഖ്യം കൊടുത്തു. बताइए, आप हिंदी में बताइए क्या चंगाई हुआ? सबको जय मसीह की। मेरा नाम शीला है, मैं मध्य प्रदेश से हूँ। मेरा माइग्रेन का प्रॉब्लम था 2 साल से, तो मैं बहुत दवाई भी खाती थी, काम में जाती थी, सुबह गोली खा के जाती थी, मैं दिन भर काम करती थी, लेकिन मुझे कुछ छुटकारा नहीं मिला। लेकिन इधर चंगनूर आने से पास्टर जो वचन बताए थे छुटकारा के बारे में, उसमें मैंने रिसीव किया तो मुझे माइग्रेन का प्रॉब्लम ठीक हो गया। Praise be to God. Hallelujah. Amen. फिर दूसरा भी है, फिर 2 महीना हो गया था, शायद मेरा आँखों में सूजन आ जाता था। दिन भर काम करती थी, लेकिन शाम को आती तो कुछ प्रॉब्लम नहीं था, लेकिन रात को सोती थी, सुबह उठती पूरा दोनों आँख खुल जाता था मेरा। आज पास्टर ने प्रार्थना किया, उससे भी मुझे छुटकारा मिला। Praise be to God. ഷീലയുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം മധ്യപ്രദേശിലാണ്. നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. കർത്താവിന് നമുക്ക് മഹത്വം കൊടുക്കാം. 2 വർഷമായി മൈഗ്രെയിൻ്റെ അസുഖമായിരുന്നു. കർത്താവ് മൈഗ്രെയിനിൽ നിന്ന് ഷീലയെ സൗഖ്യമാക്കി. 2 മാസമായിട്ട് തൻ്റെ കണ്ണുകൾക്ക് വലിയ വേദനയും അസ്വസ്ഥതകളൊക്കെ ആയിരുന്നു. തൻ്റെ കണ്ണുകളെ കർത്താവ് സൗഖ്യമാക്കുന്നു. കൂട്ട സൗഖ്യങ്ങൾ നടക്കുക. ആ കരം ഉയർത്തി. ഹല്ലേലൂയ. ആമേൻ. God is healing. There is a healing presence. ഒരു സൗഖ്യത്തിൻ്റെ ഒരു സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ വെളിപ്പെട്ട് വരികയാണ്. There is a healing presence in the name of Jesus.